വീടുകളിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്നാൽ മാത്രമേ വീട്ടിലുള്ളവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രയൊക്കെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഈശ്വര കടാക്ഷം കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ളത്. പ്രശ്നങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണിത്. തൊട്ടടുത്ത വീട്ടിലുള്ളവര് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഈശ്വരനെ വിളിക്കുന്നു, ഈശ്വരന് വേണ്ടി ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാവും. ഈശ്വരൻ എല്ലാവരുടെ പ്രാർത്ഥനയും കേൾക്കില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും കഷ്ടതകളും ദുഃഖവും ദുരിതവും നല്ല കാലവും എല്ലാം തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. എന്നിരുന്നാലും വീടുകളിൽ ലക്ഷ്മി വാസം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ലക്ഷ്മി സാന്നിധ്യം ഇല്ലാത്ത വീടുകളിൽ എപ്പോഴും ദുഃഖവും ദുരിതവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവാറുണ്ട്, അല്ലേ? അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ് നമ്മുടെ വീടിനുള്ളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ വീട്ടിനുള്ളിൽ ലക്ഷ്മി വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല.